യോ വാട്സ്ആപ്പ് ഗൈസ് വീണ്ടും അത് മനോഹരമായ പുതിയ വീഡിയോ ഗൈസ് അപ്പം ഗൈസ് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഗൈസ് കടക്കാം. ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൂവി സജഷനാണ്. അനദർ ഡേ അനദർ മൂവി സജഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് എന്താ പറയുക സജസ്റ്റ് ചെയ്ത സിനിമ പോലല്ല, ഇതൊരു ഫീൽ ഗുഡ് മസ്റ്റ് വാച്ച് എന്താ പറയുക, ഒരു വിഷയം പടം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം പടമാണ് 101 ഡാൽമേഷ്യൻസ്. 1960 ഇതിന് മുമ്പ് എന്താ പറയുക ഒരു കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ആ സിനിമയും എന്താ പറയുക ഞാൻ അതിനോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതും കാണാം. ഡിസ്നിയുടെ ഇപ്പോഴത്തെ ഡിസ്നി കുറേ ടൈപ്പ് കാർട്ടൂൺ ഇതുപോലത്തെ ഊള കാര്യങ്ങളൊന്നുമല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ ഡിസ്നി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലായിരുന്നു എല്ലാ സാധനവും പറയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് 1960 ഒരു എന്താ പറയുക ഈ 101 ഡാൽമേഷ്യൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൊളി സിനിമയാണ്. അതിൻ്റെ ലൈവ് ആക്ഷൻ സിനിമയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് മസ്റ്റ് വാച്ചാണ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. 101 ഡാൽമേഷ്യൻ 1996 ഇറങ്ങിയ സിനിമയാണ്. എന്താ പറയുക ഒരു അഡ്വഞ്ചറസ് പ്ലസ് കോമഡി പ്ലസ് എന്താ പറയുക ഈ നായ്ക്കളുമായിട്ടുള്ള ഈ ഡാൽമേഷനുമായിട്ടുള്ള പറയാം വലിയൊരു എന്താ പറയുക ഒരു സംരംഭമായിട്ടുള്ള സിനിമയാണ്. പിന്നെ ബോക്സ് ഓഫീസ് 300 മില്യൺ അടിച്ചിട്ടുണ്ട്. 1996 300 മില്യൺ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. വെറും 67 മില്യണാണ് ഈ സിനിമ എടുത്തത്, 300 മില്യൺ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഒരു ഫീൽ ഗുഡ് സിനിമ നിങ്ങൾ കണ്ട പോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഹോം അലോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഹോം അലോൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക നിങ്ങൾക്ക് ഈ സിനിമയും ഈ കാറ്റഗറി സിനിമയും എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കെന്താ പറയുക ഇതിൻ്റെ ഒരു ഓവറാൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓവറാൾ സ്റ്റോറി പറഞ്ഞുതരാം. ബാക്കി സിനിമയെ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക കാണാം. അപ്പോൾ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതവും സിമ്പിളുമായിട്ടാണ്. ഞാൻ എപ്പോഴും ലളിതവും സിമ്പിളായിട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നല്ല കഥയിൽ പറയാം. ലണ്ടനിലൊരു നഗരത്തിൽ റോജർ എന്ന് പറയുന്നൊരു വ്യക്തി വീഡിയോ ഗെയിം ഡിസൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിട്ടോ എന്താ പറയുക അങ്ങനെ പോകുന്നുണ്ട്. അയാൾക്കൊരു ഡാൽമേഷ്യൻ ഡോഗുണ്ട്, പോങ്കോ എന്നാണ് അദ്ദേഹം എന്താ പറയുക അത് ഈ ഡാൽമേഷ്യൻ്റെ പേര് പോങ്കോ. അപ്പോൾ പോങ്കോ എന്നൊരു ഡാൽമേഷ്യൻ. പിന്നെ ഡാൽമേഷ്യൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അല്ല വേണ്ട, അത് നമുക്ക് ലാസ്റ്റ് പറയാം അല്ലേ, ആദ്യം കഥ തുറന്നിട്ട്. അപ്പോൾ എന്തായാലും പോങ്കോ ആയിട്ട് താമസിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ ലണ്ടനിൽ ഈ റോജർ എന്ന് പറഞ്ഞ ഈ വ്യക്തിയും പോങ്കോ എന്ന ഡാൽമേഷനുമായിട്ട് താമസിച്ചിട്ടുണ്ട്. ഈ റോജർ ഒറ്റയ്ക്കാണ് എന്താ പറയുക താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എന്താ പറയുക ഈ റോജർ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. ഇതിൽ അനീറ്റ ക്യാമ്പൽ ഗ്രീൻ എന്നാണ് പറയുക ആ പെൺകുട്ടിയുടെ പേര്, അനീറ്റ. ഓക്കെ, നമുക്ക് അനിത എന്ന് വിളിക്കാം. ഇതൊരു മലയാളം പേരായിട്ട് ഭയങ്കര സമയമുണ്ട്, അനിത. ഓക്കെ, അനിത എന്നുള്ളൊരു 90s പലവരുടെ പേര് അനിത എന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പം അനീറ്റ ക്യാമ്പൽ ഗ്രീൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ അനിത എന്ന് പറയുന്നത് വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ അനിതയ്ക്കും എന്ന് പറയാം ഒരു ഡാൽമേഷനുണ്ട്. ആ ഡാൽമേഷൻ്റെ പേരാണ് പെർഡിറ്റ. അപ്പോൾ പോങ്കോയും പെർഡിറ്റയാണ് നമ്മുടെ ഇവിടുത്തെ ഡാൽമേഷനിലെ എന്താ പറയുക കഥാപാത്രങ്ങൾ, കഥാനായകനും നായികയും. മറ്റത് ഡാൽമേഷൻ ഓണർ റോജറും ഈ പെർഡിറ്റ എന്ന് പറയുന്ന ഡാൽമേഷൻ്റെ ഓണർ അനിതയും. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ, 2 ഓണർ, 2 പേർക്കും 2 നായ്ക്കുട്ടികളല്ല വലിയ നായ്ക്കൾ. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യും ഈ പോങ്കോ ഈ അനിതയെ കൊണ്ടുവരുന്ന പറയും ഇവനെ എന്താ പറയുക മീറ്റ് ചെയ്യിപ്പിക്കും. റോജർ ഒറ്റയ്ക്ക് താമസിക്കുന്ന അനിതയെ കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കും. അത് മീറ്റ് ചെയ്യിപ്പിക്കുന്ന വഴിയുണ്ട്. ഓക്കെ, നൈസായിട്ട് 2 എന്താ പറയുക ഒരു ട്രാപ്പിലാക്കി കൊണ്ടുവരുത്തി വീഴ്ത്തിക്കളയാൻ. അങ്ങനത്തെ ഒരു എന്താ പറയുക ഇവരെ മീറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾ കാണണം, മീറ്റ് ചെയ്യിപ്പിക്കുന്ന വഴിയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം എന്താ പറയുക ഈ പോങ്കോ പെഡ്രീറ്റ എന്താ പറയുക അത് ഈ 2 പട്ടികളും തമ്മിൽ ഈ നായ്ക്കൾ കാണുന്നു, അവരും ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം എന്താ പറയുക അപ്പം തന്നെ എന്താ പറയുക റോജറും അനിതയും കൂടെ തമ്മിൽ കാണുന്നു, അവരും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം എന്താ പറയുക അവർ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം എന്താ പറയുക ഇവർ കല്യാണം കഴിക്കുമ്പോൾ ഇവർ നായ്ക്കൾ എന്താ പറയുക ഒന്നിക്കത്തില്ലേ. അങ്ങനെ അവർക്ക് എന്താ പറയുക 15 ഡാൽമേഷൻ എന്താ പറയുക ഈ നമ്മുടെ ഈ ഡാൽമേഷൻ ഉണ്ടല്ലോ ഈ പോങ്കോയും പെർഡിറ്റയും, അതായത് ഈ 2 നായ്ക്കുട്ടികൾ ഡാൽമേഷൻ കൊണ്ട് 15 കുട്ടികളുണ്ട്, അവർക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറയാം ഇവർ ഗർഭിണി വന്നു, 15 കുട്ടികളൊക്കെ വന്നു. അതിനുശേഷം ഈ റോജറും അനീതയും എന്ന് പറയും വളരെ സന്തോഷകരമായിട്ട് പോകുമ്പോഴേക്കും ഈ ഫാഷൻ കമ്പനിയിലെ ഈ ഉടമയാണ് ക്രൂവല്ല. ഓക്കെ, ക്രൂവല്ല ഡി വില്ലി. ഓക്കെ, ക്രൂവല്ലയുടെ നിങ്ങൾ മറ്റേത് കണ്ടോണ്ടാവും, ഏത് കൊറോണ സമയത്തിൽ ഇറങ്ങിയ മറ്റേ നമ്മുടെ എമ്മ വാട്സൺ അല്ല എമ്മ സ്റ്റോണാണെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ആ സിനിമ ക്രൂവല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ക്രൂവല്ല ഒരു ക്രൂവൽ ആയി എന്ന് പറയാം എന്നാണ് ആ സിനിമയിലുള്ളത്. ഓക്കെ, എന്തുകൊണ്ട് അതിൽ കറക്റ്റായിട്ട് വ്യക്തമായിട്ടൊരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. അവളുടെ അമ്മ എന്തോ ഒരു ഡാൽമേഷൻ തള്ളിയിട്ട് പോകുന്നു. അങ്ങനെ എന്തോ ഇതിലാണ് ഇവർക്ക് ഡാൽമേഷൻ എടുത്ത് കറക്റ്റ് എന്താ പറയുക വൈരാഗ്യം വരണം. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ അത് പറയുന്നില്ല.
പക്ഷേ എന്നായിരുന്നാലും ക്രൂവല്ല ഇവർ രണ്ടുപേരും ഈ വളരെ മാന്യമായിട്ട് വളരെ സന്തോഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന റോജറിൻ്റെ അടുത്തും അനിതയുടെ അടുത്തും എന്ന് പറയും. അനിത എന്ന് പറഞ്ഞാൽ ഈ ക്രൂവല്ലയുടെ ഫാഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യണവളാണ്. ഓക്കെ, ഇതിലും അങ്ങനെ തന്നെ കേട്ടോ. ആ ക്രൂവല്ല സിനിമയിൽ കണ്ടതുപോലെ തന്നെയാണ് ഫാഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ അകത്തും എന്താ പറയുക, ഈ ക്രൂവല്ലയുടെ എന്താ പറയുക ഫാഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ഫുള്ള് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന റോജറിൻ്റെ അടുത്തും അനിതയുടെ അടുത്തും ആര് വരുന്നു, ക്രൂവല്ല വരുന്നു. ക്രൂവല്ല വന്നിട്ട് എന്താണ് ഈ പപ്പീസിനെ എല്ലാവരും കാണുന്നു. പപ്പീസിനെ കാണുമ്പോൾ തന്നെ ഇവർക്ക് അങ്ങ് കഴപ്പുള്ളത് ആർക്ക്, ക്രൂവല്ലയ്ക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂവല്ല പറയും എനിക്ക് അവർക്ക് പറയില്ല, ക്രൂവലയുടെ മനസ്സിലൊരു എനിക്ക് ഡാൽമേഷൻ്റെ ഫർ, അതായത് ഇതുണ്ടല്ലോ തൊലി, അത് വെച്ച് ഒരു കോട്ട് ഉണ്ടാക്കണം. ഓക്കെ, ഒരു കോട്ട് ഫാഷൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക വെച്ചിട്ട് അവർക്കൊരു കോട്ട് ഉണ്ടാക്കണം എന്താ പറയുക ഭയങ്കര ആഗ്രഹം. അപ്പോഴെന്താ അനിതയുടെ പപ്പീസിനെ ഇവൾക്ക് വാങ്ങിക്കണം. പൈസ ഇവൾ വാഗ്ദാനം ചെയ്യും, ഞാൻ ഇത്ര പൈസ തരാം, പപ്പീസിനെ ഇങ്ങോട്ട് എടിയെന്ന് പറയും. പക്ഷേ റോജർ അനിത എന്ന് പറയാൻ പറ്റൂല, നീ വേറെ പണിക്ക് പോലും പറയല്ല. പക്ഷേ അവർ തന്നെ നീ വേറെ പണിക്ക് പോകും, നമുക്ക് നമ്മുടെ പട്ടിയാണ്. ഓക്കെ, അങ്ങനെ വിൽക്കാനൊന്നും നമ്മൾ എന്താ പറയുക റെഡിയല്ല. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താ പറയുക ക്രൂവല്ല പത്ത് തീർന്ന് ഇവർ ക്രൂവല്ല വളരെ പിണക്കി വിട്ട ഇവരങ്ങ് വെറുതെ വിടൂ ഇല്ല. കാരണം വെച്ചാൽ ക്രൂവല്ലയുടെ രണ്ട് കുറ്റവാളികളുണ്ട്. ആര്, ജാസ്പറും ഹൊറൈസും. അങ്ങനെയാണ് ജാസ്പറും ഹൊറൈസും. ഇവർ രണ്ടുപേരും എന്താ പറയും പപ്പീസിനെ മോഷ്ടിക്കാനായിട്ട് ഇവർക്ക് എന്താ പറയുക കൊടുക്കുന്നു. അതിനുശേഷം റോജർ അനിത വീട്ടിലില്ലാത്ത സമയത്ത് എന്താ പറയുക ഇവർ ജാസ്പറും ഹൊറൈസും വന്നിട്ട് എന്താ പറയും ഇവർ ഈ പപ്പീസിനെ 15 പപ്പീസിനെ തട്ടിക്കൊണ്ടു പോകുന്നു. പോങ്കോയും പെഡ്രീറ്റ, അതായത് രണ്ട് നായ്ക്കുട്ടികളൊക്കെ തിരിച്ചു വരുമ്പോൾ കുട്ടികളെ കാണും എവിടെ പോയി ഇങ്ങനെ. പക്ഷേ ഇവർക്ക് ഭയങ്കരമായിട്ട് വേവലാതിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴാണ് ഇവരെന്താ പറയും പോങ്കോയും പെഡ്രീറ്റയും ഈ രണ്ട് പട്ടികളും എന്താ പറയും മറ്റുള്ള പട്ടികളുമായിട്ട്, അതായത് ലണ്ടനിലുള്ള മറ്റുള്ള നായ്ക്കളുടെയൊക്കെ എന്താ പറയുക സഹായി ഇവർ അങ്ങനെ ഹെൽപ്പ് തരുന്ന കുറേയൊക്കെ സീനുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇതൊന്നൊരു വലിയൊരു നെറ്റ്വർക്ക് എന്ന് പറയും, ഈ നായ്ക്കളുടെ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം, അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, കാണണം. അങ്ങനെ ഈ പപ്പീസിനെ എല്ലാവരും എന്താ പറയുക എവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ കണ്ടുപിടിക്കുന്ന പപ്പീസിനെ എന്താ പറയുക ക്രൂവല്ല എടുത്തുകൊണ്ട് പോയത് അവരെല്ലാവരും പോകുന്നു. പിന്നെ ക്രൂവല്ല എന്താ പറയുക ഒരു വലിയൊരു മാൻഷൻ്റെ എത്തുന്നതാണ് ഇവരെല്ലാവരും സൂക്ഷിച്ചിരിക്കണം. അവിടെ സത്യം പറഞ്ഞാൽ എത്തും. അവിടെ എത്തുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്താ പറയുക 15 ഡാൽമേഷൻ അല്ല 15 പ്ലസ് എത്ര 199 ഡാൽമേഷൻ എല്ലാം കൂടെ. അപ്പോൾ അവിടെ 84 ഡാൽമേഷൻ അധികം ഉണ്ടായിരുന്നു. പ്ലസ് ഈ 15 പട്ടികളും കൂടെ കൊച്ചു പട്ടികളെ കൊണ്ട് എത്തുമ്പോൾ 99 പപ്പീസ്. ഓക്കെ, അത്രയും എന്താ പറയുക എല്ലാവരെയും കൊന്ന് തൊലി ഉപയോഗിച്ച് എന്താ പറയുക ഒരു വലിയൊരു ഡാൽമേഷൻ ഫർ കോട്ട്, ഈ തൊലി ഉപയോഗിച്ച് ഡാൽമേഷൻ്റെ കോട്ട് ഉണ്ടാക്കുന്ന വലിയ പദ്ധതിയായിരുന്നു. അപ്പോൾ 15 പപ്പീസ് മാത്രം പോരായിരുന്നു, അവിടെ 99 എണ്ണം വേണമായിരുന്നു. അങ്ങനെ അതിൻ്റെ എല്ലാ പദ്ധതിയും വെച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്താ പറയുക ഈ പോങ്കയും പ്രഡിക്റ്റ് അവിടെ വരുന്നു, മാഷനിലേക്ക് വരുന്നു. അവിടെയുള്ള എല്ലാം എന്താ പറയുക 99 പപ്പീസിനെ അവരെ കാണുന്നു. അവരെല്ലാവരെയും കണ്ടപ്പോൾ എന്ന് വെച്ചാൽ മാതാപിതാക്കളെ കാണുമ്പോൾ സന്തോഷിക്കുന്നു, അവരെ രക്ഷപ്പെടുത്തുന്നു, അവരെല്ലാവരെയും എന്താ പറയും രക്ഷപ്പെടുന്നു. ക്രൂവല്ല ഇതിൻ്റെ അകത്ത് ക്രൂവല്ലയും ജാസ്പറും മറ്റേ ഹൊറൈസും ഇവരെ എല്ലാത്തിനെയും ഊക്കി വിടുന്നുണ്ട്. അത് നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞില്ലേ ഹോം അലോൺ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ ചിരിച്ചെന്ന ഊപ്പറുള്ളത് അമ്മാതിരി ലെവലിലാണെന്ന് പറയും ഇവരെന്താ പറയുക ഊക്കി പപ്പീസ് എല്ലാം കൂടെ ഊക്കി വിടുന്നത്. ചിരിച്ച് ചാവും. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അതിനുശേഷം എന്താ പറയും ഇവർക്ക് ലാസ്റ്റ് ഇവരെല്ലാവരും രക്ഷിച്ച് തിരിച്ചു വരും. അപ്പോഴേക്കും ഇവർക്ക് നമ്മുടെ ഈ നായകൻ നടനുണ്ടല്ലോ അനിതയ്ക്കും റോജറിനും അവർക്ക് വലിയൊരു മാൻഷൻ പിന്നീട് എന്താ പറയുക ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ താമസിക്കുന്ന എല്ലാവരും ഈ 99 പപ്പീസിനെ ഇവർ ഏറ്റെടുക്കും പിന്നീട്. അങ്ങനെയാണെന്ന് പറയാം 99 പപ്പീസും ബാക്കി 2 വലിയ പട്ടികളുണ്ടല്ലോ പോങ്കയും പ്രഡിക്റ്റ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ലാസ്റ്റ് എന്താ പറയുക ഈ ഒരു പേര് വന്നത് 101 ഡാൽമേഷൻ. അതൊരു എന്താ പറയുക അവസാനത്തെ സീൻ എന്ന് പറഞ്ഞാൽ അത് കിടിലാണ്. അതൊരു ഹാപ്പി എൻഡിങ്, ലാസ്റ്റ് ഒരു ഹാപ്പി എൻഡിങ്ങിലാണെന്ന് പറയാം ഇത് തീരുന്നത്. അപ്പോൾ അതാണ് ഓവറോൾ സ്റ്റോറി എന്ന് പറഞ്ഞ ഇതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ സിനിമ ഒരു രക്ഷയിലറിയാം. നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. എല്ലാ ഏജും ഡിഫറെൻറ്റ് ഏജസ് വാട്ട് എവർ ഏജസ്. ഓക്കെ, അതൊന്നും വിഷയമല്ല. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹോം അലോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ എന്താ പറയുക മസ്റ്റായിട്ട് എന്താ പറയുക നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, ഇത് മസ്റ്റ്. പിന്നെ ഇത് എവിടെയൊക്കെ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഉണ്ടാകുമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇത് എവിടെ ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അത് ഞാൻ നോക്കിയിട്ട് ഹോട്ട്സ്റ്റാറിൽ എന്താ പറയുക ഈ സാധനമുണ്ട്. നമ്മുടെ 101 ഡാൽമേഷൻ ഉണ്ടല്ലോ ഇതിൻ്റെ അത് ഹോട്ട്സ്റ്റാറിൻ്റെ അത് ഇതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ അടുത്ത് പോവുക, നിങ്ങളതെന്താ പറയുക നിങ്ങൾക്ക് കാണുക. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞത് ഇത് കുറേ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. കാരണം ഇത് വമ്പൻ ഫേമസ് പടമാണ്. കുറച്ചും കൂടെ ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈമിൽ എല്ലാത്തിലും എന്താ പറയുക ഇത് വരേണ്ടിയിരുന്നു. അത് പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഹോട്ട്സ്റ്റാറിലുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ ഇത് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ കളക്ഷനാണ്. വമ്പൻ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 300 അടിക്കുക എന്ന് പറഞ്ഞാൽ 96-300 മില്യൺ അടിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക വലിയ കാര്യമാണ്.
കുറച്ച് പൈസ മുടക്കുള്ളൂ, വലിയ മുതൽ തിരിച്ചു കിട്ടി. പിന്നെ ഡിസ്നിയുടെ കാര്യം പറയുന്നത് ഇന്നത്തെ ഡിസ്നി അല്ല അന്നത്തെ ഡിസ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അത് വേറൊരു റേഞ്ച് സാധനമാണ് കുമാരൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെയാണ് എനിക്കിതുണ്ടായി ഒരു ഓവറോൾ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ സീക്വൽ വന്നിട്ടുണ്ട്. സീക്വൽ 102 ഡാൽമേഷൻ എങ്ങനെയാണ് അത് നമുക്ക് പിന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2000 ഇറങ്ങിയതാണ്. അത് നമുക്ക് പിന്നൊരു ദിവസം അതിൻ്റെ ഇത് ഞങ്ങൾ ഇടാം. പക്ഷേ എന്തായാലും ടുഡേ എന്താ പറയുക നിങ്ങൾക്ക് 101 ഡാൽമേഷൻ 1996. ഓക്കെ, 96 ഇറങ്ങിയ സിനിമയാണ് എന്താ പറയുക നിങ്ങളൊന്ന് കാണേണ്ടത്. ആ 100 ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് മറ്റേ നമ്മുടെ ഇവനാണ് നടൻ, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫാൻറ്റാസ്റ്റിക് 4ൽ അവൻ്റെ പ്ലാസ്റ്റിക് മാനായിട്ട് വരുമല്ലോ, അവനാണെന്ന് പറയാം ഇത് ആ സെക്കൻഡ് പാർട്ടിലെ നടൻ. അപ്പോൾ എന്തായിരുന്നാലും ടോട്ടൽ ഇങ്ങനെയൊക്കെയാണ് എന്താ പറയുക കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എല്ലാം എന്താ പറയുക മൊത്തം കാര്യങ്ങളും കവറപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് കമ്പോക്സിൽ പറയാം. വേറെ കുറേ ഇപ്പോൾ റിവ്യൂ കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയുക പല മൂവീസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പോലെ കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. 1ഉം 2ഉം അല്ല, ഒരു 1 ലിസ്റ്റ് തന്നെ എന്താ പറയുക എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഇത് ഈ 101 ഡാൽമേഷൻ എന്നുണ്ടല്ലോ, ഇത് ഞാൻ അധികം ആൾക്കാർ മലയാളത്തിൽ എന്താ പറയുക ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമ ഇത് മറന്നുപോയതാണോ അത് ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒറ്റ വീഡിയോയിലും കണ്ടില്ല. അപ്പോൾ ഇത് ആരെങ്കിലും സെർച്ച് ചെയ്തിട്ട് എന്താ പറയുക ഇത് കിട്ടാത്തതാണോ അൽഗോരിതം നമ്മുടെ മുന്നിൽ കൊണ്ട് എത്തിക്കാത്തതാണോ എന്നോ എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ എന്തായിരുന്നാലും ദിസ് മൂവി ഈസ് എ മസ്റ്റ് വാച്ച് മാൻ. ഹൗ എന്താ പറയുക ഇത് എങ്ങനെ മറ്റുള്ളവരൊക്കെ വിട്ടുപോയി ഐ ഡോണ്ട് നോ. ഓക്കെ, പക്ഷേ എന്തായിരുന്നു ദിസ് ഈസ് മസ്റ്റ് വാച്ച്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൽമേഷൻ്റെ കാര്യമാണ്. ഈ ഡാൽമേഷൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ഡാൽമേഷൻ ഈ ഒരു സിനിമ ഇറക്കിയപ്പോൾ തന്നെ ഡാൽമേഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയാണ്. ഓക്കെ, നമ്മുടെ ഈ സൂപ്പർമാൻ സിനിമയിൽ എന്താ പറയുക ഡോഗ് അഡോപ്ഷൻ കൂടി എന്ന് പറയുന്ന പോലെ ഇതും അങ്ങനെ തന്നെയാണ്. ഇതുപോലത്തെ സിനിമകളൊക്കെ അങ്ങ് കയറും. അപ്പോൾ ഈ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലെ ഈ സിനിമ കാണുമ്പോഴേക്കും ഡാൽമേഷൻ എന്ന് പറയുന്ന ഒരു ഡോഗ് ബ്രീഡ് കൊണ്ട് അത് ഇവിടെ ഒന്നുമില്ല വെളിയിലൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഒരു ദിവസം എന്താ പറയുക ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റ തവണയെന്ന് പറയുക ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഡാൽമേഷനെ കണ്ടുള്ളൂ. പക്ഷേ ഇവിടെ ഡോഗ് ഷോയ്ക്ക് പോകുമ്പോഴേക്കും ഇഷ്ടം പോലെ എന്താ പറയുക ഡാൽമേഷനും അതിൻ്റെ ഐറ്റമൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കൽ ഡാൽമേഷനെ കണ്ടുള്ളൂ. അതെനിക്ക് ഓർമ്മ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, തമിഴ്നാട്ടിൽ പോയപ്പോഴേക്കും അവിടെ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് ഏതോ ഒരു വീട്ടിൽ ഞാനുണ്ട് ഫാമിലിയായിട്ട് എല്ലാവരും പോയപ്പോഴാണ്. അപ്പോൾ എനിക്ക് ഹോട്ടലിലാണോ അതോ വേറെ എവിടെ സ്ഥലം എനിക്ക് കറക്റ്റ് അവിടെ ഓർക്കുന്നില്ല. എന്തായിരുന്നു എന്നെ കസിനാണ് എന്നെ വിളിച്ച് കാണിച്ചു തന്നത്. എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ഡാൽമേഷൻ കിടക്കുന്നുണ്ട്, എന്താ പറയുക വലിഞ്ഞ് കയറി അങ്ങ് നോക്കാമെന്ന് പറഞ്ഞു പറയും. നമ്മളെന്താ പറയുക രണ്ടുപേരും അതിൻ്റെ പുറത്ത് ഇങ്ങനെ വലിഞ്ഞ് കയറി നോക്കി. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അങ്ങനെ ഒരു ഡാൽമേഷൻ എന്ന് പറയാൻ അവിടെ കണ്ടു. അത് ഡാൽമേഷൻ അവിടെ കിടക്കണ കണ്ടോണ്ടാണെന്ന് പറയാം നമ്മൾ അങ്ങോട്ട് വലിഞ്ഞ് കയറി. ഓക്കെ, ഞാനും കസിനും അങ്ങനെയാണ് ആ ഡാൽമേഷൻ ആദ്യമായിട്ട് എന്താ പറയുക ഞാൻ ഒരു ഡാൽമേഷൻ കണ്ട അന്ന് തന്നെ. അന്നത്തോടെ പിന്നെ എന്താ പറയുക വേറൊരു ഡാൽമേഷൻ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അത് പക്ഷെ ആ ഡാൽമേഷൻ ഭയങ്കര ലുക്കാണ് കേട്ടോ. ഇച്ചിരി സ്കെൽട്ടല്ല, ഭയങ്കര എന്താ പറയുക തീറ്റ കൊടുത്ത് പെരുക്കി വെച്ചെന്ന് പറയും. ആ ഒരു മസിൽ തീരെ ഓവർ വണ്ണമല്ല, കറക്റ്റ് ഒരു മസിൽ കറക്റ്റ് ഫിറ്റ്നസ് ഉള്ളു അങ്ങനെ വെച്ചൊരു ഡാൽമേഷനാണ്. പൊളിപ്പട്ടിയാണ്, പൊളി വിഷയം എന്ന് പറയും ഡോഗായിരുന്നു അത്. അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ പറയുക ഡാൽമേഷനൊക്കെ വളർത്തണമെന്ന്. പിന്നെ അതിൻ്റെ ഇതൊക്കെ അങ്ങ് മാറി. പിന്നീട് എന്താ പറയുക നമ്മുടെ CID മൂസയിലെ അർജുനുണ്ടല്ലോ, അർജുനെ വളർത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതെന്തായിരുന്നാലും നടന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്താ പറയുക അർജുൻ ഇപ്പം നമ്മുടെ അതായത് ഈ ജർമ്മൻ ഷെപ്പേർഡ് ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ജർമ്മൻ ഷെപ്പേർഡ് എന്താ പറയുക അത് നമ്മുടെ കൂടെ ഇല്ല. ഓക്കെ, അത് നമ്മുടെ കൂടെ ഇല്ല, അത്ര തന്നെ. ഇപ്പോൾ കയ്യിലാണെങ്കിൽ ഡാഷ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഡോഗ് വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ എന്താ പറയുക ഞാൻ ടോപ്പിക് വിട്ട് കുറേ പോകുന്നുണ്ട്. ഐ എം സോറി. അപ്പോൾ എന്തായിരുന്നാലും മസ്റ്റ് വാച്ച് ഹോട്ട്സ്റ്റാറിലെ സാധനമുണ്ട് 101 ഡാൽമേഷൻ. നിങ്ങൾക്ക് എന്തോ ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് പീസ് ഔട്ട്.